ഹലോ കൂട്ടുകാരെ, ഒരിടത്ത് ഒരു മനുഷ്യൻ ഒരു കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. സത്യസന്ധനായിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നത്. ഒരു നാൾ അവിടുത്തെ മുതലാളി എന്തോ ഒരു തെറ്റ് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അവിടുന്ന് ഇറക്കി വിടുകയാണ്. ഇറക്കി വിടുന്ന സമയത്ത് അവിടെ വന്നിരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ജോലിക്കാരനെ നോക്കി ഒരുപാട് ആട്ടുകൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെട്ടതിൻ്റെ നൊമ്പരം മനസ്സിൽ കിടക്കുകയാണ്. അതുമാത്രമല്ല, ചെയ്യാത്ത കുറ്റത്തിനാണ് അദ്ദേഹം അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നത്. ഒരുപാട് പ്രാവശ്യം അദ്ദേഹം കെഞ്ചി നോക്കി മുതലാളിയുടെ അടുത്ത്. പക്ഷെ മുതലാളി സമ്മതിച്ചില്ല. ഇനി നീ ഇവിടെ തുടരേണ്ടതില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അപമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഇറക്കി വിടുകയാണ്. തെരുവിലേക്ക് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാരുടെ മുഖങ്ങൾ, മക്കളുടെ മുഖങ്ങൾ, കടം കൊടുക്കാനുള്ളവരുടെ മുഖങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. അദ്ദേഹം മരിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വരികയാണ്. അത്രയും പേരുടെ മുൻപിൽ വെച്ച് ഞാൻ നാണം കെട്ട് ഇറങ്ങേണ്ടി വന്നു. അതേ മനുഷ്യരുടെ മുൻപിൽ വെച്ച് എനിക്ക് ഉയരാനായിട്ട് സാധിക്കണം, ഉയരണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അദ്ദേഹം ഒന്നും മടിച്ചില്ല. കുറേ നേരം ഒരു സ്ഥലത്ത് പോയിരുന്ന് മൗനമായിട്ട്, ആരും ശല്യമില്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് സ്വസ്ഥമായിരിക്കാണ്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരുപാട് മണിക്കൂറുകൾ അദ്ദേഹം അവിടെ ഇരുന്നു. ശേഷം വീട്ടിലേക്ക് ചെന്ന് കയറി. തൻ്റെ ഭാര്യയോടും മക്കളോടും ഉണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ഒരു കുടുംബമായിരുന്നത്. ഭാര്യ പറഞ്ഞു, സാരമില്ല, ഒരു സ്ഥലത്ത് നിന്നല്ലേ നമ്മൾ ഇറക്കി വിട്ടുള്ളൂ, ഏതെങ്കിലും ഒരു വഴി ദൈവം തെളിച്ചു തരും. തൻ്റെ കയ്യിലുള്ള ശേഷിക്കുന്ന സ്വർണം, തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ എൻ്റെ കയ്യിലുള്ളൂ, ഇത് വെച്ച് എന്തെങ്കിലും ചെയ്ത് ജീവിതത്തിൽ മുന്നേറാണ്ട് ശ്രമിക്കണം. ആട്ടിയോടിച്ചവരുടെയും നാണം കെടുത്തിയവരുടെയും മുൻപിൽ ഉയർന്നു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മുടെ മക്കളെ നല്ല നിലയിലെത്തിക്കണം. ഇത് മാത്രമാണ് ഇപ്പം എൻ്റെ ചിന്ത എന്ന് പറഞ്ഞ് ആ ഭാര്യ ആ സ്വർണ്ണാഭരണങ്ങൾ തൻ്റെ ഭർത്താവിന് കൈമാറുകയാണ്. അദ്ദേഹം ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങുകയാണ്. ആദ്യമൊന്നും വിജയിച്ചില്ല. പണ്ട് കളിയാക്കിയവർ, അല്ലെങ്കിൽ പണ്ട് അദ്ദേഹത്തിനെ ആട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നിന്നിരുന്നവർ ഒരുപാടുണ്ടായിരുന്നു. അവരും ഇദ്ദേഹത്തിനെ നോക്കി ചിലപ്പോഴൊക്കെ കളിയാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയുള്ളത് കൊണ്ട് മനസാന്നിധ്യം വെടിയാതെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം വലിയൊരു ബിസിനസ്മാനായിട്ട് മാറുകയാണ്. ഒരു ദിവസം താൻ ജോലി ചെയ്തിരുന്ന ആ പഴയ കടയുടെ ഉടമസ്ഥൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ ആട്ടിയോടിച്ച ആ മനുഷ്യനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ആട്ടിയോടിക്കാം. പക്ഷേ അദ്ദേഹം അതൊന്നും ചെയ്തില്ല. നേരെ ചെന്ന് തൻ്റെ മുതലാളിയുടെ കൈ പിടിച്ച് അദ്ദേഹത്തിന് തൻ്റെ കടയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മുതലാളിക്ക് ഒരുപാട് സങ്കടമായി. എങ്കിൽ പോലും അദ്ദേഹം ക്ഷമ ചോദിച്ചു തൻ്റെ തൊഴിലാളിയോട്. പലപ്പോഴും നമുക്ക് താഴ്ന്നു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കാത്തത്. അദ്ദേഹം പറഞ്ഞു, മുതലാളി അന്ന് എന്നെ ആട്ടിയോടിച്ചില്ല എങ്കിൽ ഇന്ന് ഞാൻ ഈ നിലയിൽ ആവുകയില്ലായിരുന്നു. അതൊരു സാഹചര്യം മാത്രമാണ്. പക്ഷേ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ കുടുംബമുണ്ടായിരുന്നു. അവരും കൂടി എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു പക്ഷെ തകർന്നു പോയേനെ. പക്ഷെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ
ഇതല്ല അല്ലെങ്കിൽ വേറൊരു സാഹചര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ വന്നു പോയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഒരു വഴി അടയുമ്പോൾ ദൈവം വേറൊരു വഴി തുറന്നു തരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും മുന്നേറാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.